എവ്രിവൺ, എല്ലാ എൻ്റെ മക്കളും എക്സാമിൻ്റെ തിരക്കിലൊക്കെ ആയിരിക്കും അല്ലേ. നിങ്ങളിപ്പോൾ എല്ലാ ചാപ്റ്റേഴ്സും ഗംഭീരമായിട്ട് പഠിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എക്സാം എഴുതാൻ വേണ്ടി പോവാണല്ലേ. കുറച്ച് ആളുകൾക്കെങ്കിലും തോന്നിയിട്ടുണ്ടാവും നമുക്കൊന്ന് കുറച്ച് നേരത്തെ സൈലത്തിനോടൊപ്പം പഠിക്കായിരുന്നു, കുറച്ചുകൂടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കായിരുന്നു എന്നല്ലേ. കാരണം ഒരുപാട് മക്കൾ നമ്മുടെ എൻ ഗെയിം ബാച്ചിലാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ മക്കളെ, 6ാം ക്ലാസ്സിലേക്ക് നമ്മൾ എത്തുന്ന സമയത്ത് കുറച്ചുകൂടി നന്നായിട്ട് നമ്മുടെ പഠനത്തെ കൊണ്ടുപോകേണ്ട ഒരു ആവശ്യമുണ്ട് അല്ലേ. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കുറേ ആളുകൾക്കെങ്കിലും തോന്നിയിട്ടുണ്ടാകും കുറച്ച് നേരത്തെ നമ്മുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാമെന്ന്. അങ്ങനെ ഇനി ആലോചിച്ച് വിഷമിക്കേണ്ട. 6ാം ക്ലാസ്സിൽ എത്തുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് അല്ലേ ഏറ്റവും ആദ്യം മുതലേ നമുക്ക് എന്ത് ചെയ്യാം, പഠിച്ചു തുടങ്ങാം. അതിനു വേണ്ടിയിട്ട് സൈലത്തിൽ നിങ്ങളുടെ കൂടെ ഞങ്ങൾ എല്ലാവരും ഉണ്ട്. നിങ്ങൾ 6ാം ക്ലാസ്സിലെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ വജ്ര ബാച്ച് ഉള്ളത്. വജ്ര ബാച്ചിൻ്റെ ഫീച്ചേഴ്സ് എന്താണെന്നുള്ള കാര്യമൊക്കെ നിങ്ങൾ ഓൾറെഡി പൃഥ്വി ബാച്ചിൽ ജോയിൻ ചെയ്ത മക്കൾക്ക് അറിയാം. പക്ഷേ ഓരോ വർഷം കഴിയുമ്പോഴും നമ്മൾ ചില മാറ്റങ്ങൾ കൊണ്ടുവരാറുണ്ട് അല്ലേ. ഇപ്രാവശ്യവും കിടിലനായിട്ടുള്ള കുറേ മാറ്റങ്ങൾ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്രാവശ്യം മുതൽ നമുക്ക് ഒരു ബാച്ച് അല്ല ഉള്ളത്, നമുക്ക് 2 ബാച്ച് ഉണ്ട്. ഈ 2 ബാച്ചും നിങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന 2 കിടിലൻ ബാച്ചുകളാണ്. ഒന്ന് ബേസ് പ്ലാൻ അടങ്ങിയിട്ടുള്ള ബാച്ചാണെന്നുണ്ടെങ്കിൽ രണ്ടാമത്തേത് ഇൻഫിനിറ്റി ബാച്ചാണ്. നിങ്ങൾ കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, പഠിച്ച കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ വിശദമായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ, പേൾ വീഡിയോസിലേക്ക് ആക്സസ് കിട്ടണമെന്നുണ്ടെങ്കിൽ, ഫർദറായിട്ട് വരുന്ന ബാച്ചുകളിലേക്കൊക്കെ ജോയിൻ ചെയ്യണമെങ്കിൽ നിങ്ങൾ ബേസ് പ്ലാനിലല്ല ജോയിൻ ചെയ്യേണ്ടത്. നിങ്ങൾ ജോയിൻ ചെയ്യേണ്ടത് എവിടെയാണ്? ഇൻഫിനിറ്റി പ്ലാനിലാണ്. നമ്മൾ ചുമ്മാ ഈ പറയുന്ന പോലെ തന്നെ കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഞങ്ങൾക്ക് അത്രയൊന്നും വേണ്ട, വളരെ സിമ്പിളായിട്ട് കുറച്ച് കാര്യങ്ങൾ പഠിച്ചാൽ മതി എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ബേസ് പ്ലാനിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി കുറച്ച് കഴിഞ്ഞ് ബേസ് പ്ലാൻ എടുത്തതിന് ശേഷം നിങ്ങൾക്ക് തോന്നുകയാണ് ഇൻഫിനിറ്റിയിലേക്ക് മാറണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അല്ലേ, അങ്ങനെ ഒരുപാട് ആളുകൾക്ക് തോന്നാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. അതിന് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചൊന്ന് കോൺടാക്ട് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. ഡീറ്റെയിൽഡ് ആയിട്ട് എന്ത് ചെയ്യും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു തരും. അപ്പോൾ വേറൊരു ഓഫർ കൂടെ ഞാൻ ഇതിൻ്റെ കൂടെ ഒന്ന് പറഞ്ഞു തന്നാലോ? നിങ്ങൾക്കൊക്കെ സ്മാർട്ട് വാച്ച് ഇഷ്ടമായിരിക്കും അല്ലേ. അപ്പം മാർച്ച് 20-നകം ജോയിൻ ചെയ്യുന്ന വിദ്യാർത്ഥികളിൽ നിന്ന് 5 പേർക്ക് സ്മാർട്ട് വാച്ച് ആണ് സമ്മാനമായിട്ടുള്ളത്. അപ്പോൾ എന്തിനാണ് നമ്മൾ ഇത്തരം ബാച്ചുകളിലൊക്കെ ജോയിൻ ചെയ്യുന്നത് വെച്ചാൽ ഒറ്റ ലക്ഷ്യമുള്ളൂ അല്ലേ, നമ്മുടെ പഠനം കുറച്ചുകൂടെ ഇമ്പ്രൂവ് ആക്കുക. കാരണം നിങ്ങൾക്കറിയാം അല്ലേ, ഓരോ വർഷം കഴിയുമ്പോഴും എന്താണ് കോമ്പറ്റീഷൻസ് ഒക്കെ കുറച്ചുകൂടി ടഫായി വരികയാണ്. നമ്മൾ കോമ്പറ്റീഷനെ കുറിച്ച് ആലോചിക്കുന്നതിനേക്കാൾ മുന്നേ എന്ത് ചെയ്യുക, നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ അല്ലേ വൃത്തിയായിട്ട് പഠിക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. അതിനാണ് നിങ്ങൾ ഇത്തരത്തിലുള്ള ബാച്ചുകളൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടിപൊളിയായിട്ട് സൈലത്തിനോടൊപ്പം പഠിക്കും.